ഒരു അയിമത്തിനോ അറബിയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗമായി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ മറ്റൊരു കാര്യം, അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം, അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുദബ്ബിറുൽ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് ഇദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം എന്താ? മുദബ്ബിറുൽ ആലം എന്ന ഒരു വാക്ക് അറബിയിലോ മറ്റോ ഇവരല്ലാതെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. എന്താണ് ഈ വിവാദത്തിന്റെ ആകത്തുക? സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴാണ് അതിൽ ഇടപെട്ടത്? നമ്മൾ ഇവിടെ വന്ന് ആദ്യം അത് പ്രഖ്യാപിക്കുകയാണോ ചെയ്തത്? അല്ല, ഇവിടെയുള്ള ഉലമാവ്, ആ ഉലമാവ് തന്നെ അവരുടെ പ്രഭാഷണങ്ങളിൽ ഇത് കൊണ്ടുവന്നു. അപ്പോഴാണ് ഇത് വിവാദമാകുന്നത്. ഞങ്ങളല്ല അതിന്റെ ആളുകൾ. ഞങ്ങൾ വന്നത് ഈ വിവാദമുണ്ടായപ്പോ അതിന്റെ നിയമം പറഞ്ഞു കൊടുക്കാനാണ്. എന്നിട്ട് പറയാ നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേൾപ്പിച്ചു കൊടുക്കും. ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. ഈ മുഖാമുഖം നടത്തിയ ആളുകളുടെ ഗുരുവര്യർക്കെതിരെ അദ്ദേഹം പറഞ്ഞതെന്താ? കൃത്യമാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് ഔലിയാക്കന്മാർ, മലക്കുകളെ പോലും നിയന്ത്രിക്കുന്നു. ഈ വിവാദം വന്നു. ഇനി അടുത്തെടുക്ക്. ഞങ്ങളാണ് എത്ര ഇത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന്. ഇത് പറയാത്തവരായി ഇവിടെ ആരുമില്ല. ഇത് കണ്ടോ, അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി അബ്ദുൽ നസീർ ഇബ്നു സുലൈമാൻ സഖാഫി മുദർരിസു ജാമിഅ മർകദി സഖാഫത്തി സുന്നിയ. നിങ്ങൾ അല്ലാറിഞ്ഞിട്ടൊന്നും നടക്കൂലത്. അപ്പോ മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിൽ മടവൂർ ശൈഖുനയെ കുറിച്ച് പറഞ്ഞപ്പോ ഉണ്ടോ ഖുത്ബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം അറബിയിൽ ആരും എഴുതിയിട്ടില്ല എന്നാണ്. അറബിയിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ പുറമെ നിങ്ങള് മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഖുത്ബുൽ ആലം എന്ന് നമുക്ക് എടുക്കി. നിങ്ങള് വിവാദം മറിച്ചിടല്ലേ, നിങ്ങളാതുണ്ടാക്കിയത്. കണ്ടോ, ഖുത്ബുൽ ആലം ശൈഖുനാ സിഎം വലിയുല്ലാഹി. ഈ പുസ്തകം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. സിഎം മഖാമിൽ ചെന്നാൽ അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം സിഎം സെന്റർ, ഇവിടത്തെ എപി വിഭാഗത്തിന്റെ സ്ഥാപന. അതിലത് അതിന്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, ലോകം നിയന്ത്രിക്കുന്ന ഖുത്ബുൽ ആലം എന്ന പദവിയിൽ അവർ എത്തിയിട്ടുണ്ട്. മലയാളത്തിലെഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതി, നിങ്ങൾ പ്രസംഗിച്ചു, നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു, മുജാഹിദുകളെ അങ്ങനെ നിങ്ങൾ ആരും മറുപടിയും പറയില്ല. കാരണം ഈ കൗമിനത് വിശ്വാസമല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങൾ പറഞ്ഞു, ഇനി തെളിവുണ്ട്, അതങ്ങനെ തന്നെയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ന ആയത്ത് ഓതിയിട്ടാണ് പറഞ്ഞത്. മടവൂർ ശൈഖുനയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ പ്രസംഗം ഇവിടെ വന്നപ്പോ കേരളത്തിൽ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ എല്ലാരും ആഘോഷിച്ചു. അവര് പ്രസംഗത്തിൽ ഇറങ്ങി. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ അന്ന് രണ്ട് ഊർജത്തിലിറങ്ങിയത്. കേട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുകയാണ്. നിങ്ങളാണ് തുടക്കം കുറിച്ചത്. എന്ത് വിഷയത്തെ പറ്റി ഈ ചർച്ച? അള്ളാഹു ആണോ ലോകം നിയന്ത്രിക്കുന്നത്, അതല്ല മരിച്ചു പോയവരാണോ എന്ന്? അതിനെപ്പറ്റിയാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പഠിച്ചാൽ, അതായത് നിങ്ങളാണ് ആദ്യം പറഞ്ഞത്, ഞങ്ങൾ പിന്നെയാ വന്നത്. അപ്പോൾ ഒരാൾ പറയാ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരാൾ ഉദ്ധരിച്ചിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റാൾ പറയാ അല്ല, മരിച്ചു പോയവരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്, ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാ.
ഒരാൾ അതിന് തെളിവായിട്ട് മർക്കസിൽ നിറയ്ക്കുക, മൗലൂദ് കിതാബ് തെളിവായിട്ട് ഉദ്ധരിക്കുക. ഇങ്ങനെ മുസ്ലിയാക്കന്മാർ ഈ നാണം കെട്ട ചർച്ച, ഈ നാണം കെട്ട വർഗം, ഇവർ ഈ നാട്ടിൽ നിന്ന് പിന്നെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് ഓരോ മഹലിൽ നിന്ന് അവിടുന്ന് കിട്ടുന്നതൊക്കെ തീറ്റയും കഴിഞ്ഞിട്ട് ഈ നാണം കെട്ട ഈ വർഗം ചർച്ച ചെയ്യാണ് ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണോ അതല്ല CM മടവൂരാണോ എന്ന് വരുത്താൻ വേണ്ടിയുള്ള ചർച്ചയാണ്. പരിശുദ്ധ അവരെ കയ്യിൽ വെച്ച് റബ്ബിനോടുള്ള വെല്ലുവിളി അവർ തമ്മിലടിച്ചേ തീരൂ. ഇവർ തമ്മിലടിക്കണം. കാരണം ഇത് റബ്ബിനോടുള്ള വെല്ലുവിളിയാണ്, പരിശുദ്ധ ഖുർആനിനുള്ള വെല്ലുവിളിയാണ്. മക്കയിലെ മുശ്രിക്കിന് ഒരു തർക്കമില്ല. ലോകത്ത് ആർക്കാണ് പ്രിയമുള്ളവരെ തർക്കമുള്ളത്? അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള ആർക്കാ തർക്കമുള്ള? ഇവര് മദ്രസ പാഠപുസ്തകം ഉണ്ടല്ലോ, ആ പാഠപുസ്തകത്തിൽ പിന്നെ അൽ ഈമാൻ ബില്ലാ, അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം എന്നുള്ള പാഠത്തിൽ ഇവർ പറയുന്നത് സർവചരാചരങ്ങളും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു തആലയാകുന്നു. അവൻ ഏകനും കൂട്ടുകാരില്ലാത്തവനുമാണ്, സർവശക്തനുമാണ്, എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്, എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ 2022, 23, 24 ആയപ്പോഴാണ് ഇപ്പൊ ഈ 2-3 വർഷമായിട്ടുള്ളൂ ഈ മരിച്ചവരെ പിടിച്ചിട്ട് ലോകത്തിന്റെ ഉത്തരവാദിത്വം നിയന്ത്രണമൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അള്ളാനെ ഔട്ടാക്കുന്ന പരിപാടി. അത് ഈ മുസ്ലിയാക്കന്മാർക്ക് അല്ലാതെ പറ്റൂലല്ലോ ഈ പരിപാടി. അള്ളാനെ ഒഴിവാക്കുക, പ്രവാചകനെ ഒഴിവാക്കുക, എന്നിട്ട് മരിച്ചവരെ പിടിക്കുക, മരിച്ചു പോയവർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, അവർക്ക് അതിന് കഴിവുണ്ടെന്ന് പറയാൻ മാത്രം തൊലിക്കെട്ടി മുസ്ലിയാക്കന്മാർക്കേ ഉള്ളൂ. ഈ നാണം കെട്ട വർഗമാണ് ഈ രൂപത്തിൽ ചർച്ച ഇവിടെ ആദ്യം കൊണ്ടുവന്നത്. നോക്ക് നിങ്ങൾ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവരെ പാഠപുസ്തകം മാറ്റട്ടെ. സർവചരാചരങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ CM മടവൂരാകുന്നു, അവൻ ഏകനും കൂട്ടുകാരില്ലാത്തവനുമാണ് എന്ന് എഴുതി ചേർക്കുക. അപ്പൊ പുലി മൊയ്തീൻ എന്താക്കും? പുലി മൊയ്തീൻ നിങ്ങൾ എന്താ ചെയ്യുക? ഈ CMന്റെ കുടുംബക്കാർ എന്ത് ചെയ്യും അങ്ങനെ വന്നാൽ? കൂട്ടുകാരില്ല, ഏകനാണ്, കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാൽ CMന് ഭാര്യയും മക്കളും മറ്റു ആനിയനും ജ്യേഷ്ഠനും മക്കളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്തിനാണ് റബ്ബിനെ വെല്ലുവിളിക്കുന്നത്? ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്ന് നിങ്ങൾ പച്ചയായിട്ട് കൃത്യമായിട്ട് അഹ്ലുസുന്ന വിശ്വാസമാണ്. അത് പിന്നെ കൃത്യമായിട്ട് പരിശുദ്ധമായി ഖുർആൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾ സുന്നത്തി ജമാഅത്തിനെ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുന്നത്, പരിശുദ്ധമായ ദീനിനെയും ഖുർആനിനെയുമാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ഇതാണ് ചർച്ച. അള്ളയാണോ ലോകം നിയന്ത്രിക്കുന്നത്? എന്നാൽ ഒരു പാഠപുസ്തകമൊക്കെ മാറ്റിയിട്ട് നോക്ക്. നിങ്ങൾ ഒരു മുസ്ലിം പറയാണ് പിന്നെ അങ്ങനെ മുദബ്ബിർ ആലം ഇന്ന ആളാണ് എന്നുള്ള സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല, അത് അഹ്സനയുടെ ജീവിതമാർഗ്ഗമാണ് എന്നാണ് പിന്നെ ഒരു സക്കാഫി പറയുന്നത്. ജീവിതമാർഗമാക്കി മാറ്റി. അതായത് ഇവർക്കൊക്കെ ജീവിതമാർഗ്ഗമാണ്. ഒരു ജീവിതം പിന്നെ പോക്കറ്റിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തിന്നാൻ കിട്ടുകയാണ് എങ്കിൽ ഇവർ എന്തും മാറ്റിപ്പറിക്കും. അവർക്ക് അള്ളാനെ പോലും നിഷേധിച്ച് പറയാൻ അവർക്ക് ആർക്കും മടിയില്ല. കാരണം തിന്നാൻ കിട്ടിയാൽ മതി, പണം കിട്ടിയാൽ മതി. അത് ഒരു സക്കാഫി പറയാം മുദബ്ബിർ ആലം ഇന്ന ആളാണ് എന്നുള്ള സംഭവം ഒരു പണ്ഡിതനും ഉദ്ധരിച്ചിട്ടേ ഇല്ല എന്നാണ് ഒരു സക്കാഫി പറയുന്നത്. അത് അഹ്സനയുടെ വയറ്റിപ്പഴപ്പാണ്, ജീവിതത്തിന്റെ മാർഗ്ഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ മറ്റാള് പറയണ എന്ത്? അല്ല, നമ്മള് അല്ല ആദ്യം പറഞ്ഞത്, നിങ്ങളാണ് ആദ്യം പറയുന്നത്, ഇവിടുത്തെ ഉലമാക്കൾ തുടങ്ങി വെച്ചു എന്നാണ് അഹ്സനി പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ കാന്തപുരം പോലെയുള്ള ടീമുണ്ടല്ലോ, ഇവര് അങ്ങനെ അതല്ലാത്ത ടീമും ഇവരൊക്കെ കൂടി തുടക്കം കുറിച്ച് വെക്കും. എന്നിട്ട് ഇത് കേട്ടിട്ട് അതിൽ നിന്ന് കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിക്കുകയാണ് ഈ അഹ്സനിമാരും കൂട്ടാളികളൊക്കെ കൂടിയിട്ട്. അപ്പോ അവരാണ് തുടങ്ങി വെച്ചതെന്ന്, നിങ്ങളാണ് തുടങ്ങി വെച്ചത്, ഞങ്ങളൊക്കെ പിന്നല്ലേ വന്നത് എന്നാണ് അഹ്സനി പറയുന്നത്. അപ്പോൾ കാന്തപുരം പറയണ ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാർ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അഹ്സനി കൊണ്ടുവരുന്ന തെളിവ് അവിടെ നിന്ന് ഇറക്കിയ മൗലൂദ് കിതാബാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് മർക്കസിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന മൗലൂദ് കിതാബ കൊണ്ടുവരുന്ന തെളിവ്. എന്ത് ആധികാരികമായ ഗ്രന്ഥാണെന്ന് പറയും ഇപ്പൊ കൊണ്ടുവന്ന കിതാബ്. പിന്നെ CM സെന്ററിൽ നിന്ന് ഇറക്കിയ അടിച്ചിറക്കിയ ലഘുലേഖ, അതിലൊക്കെ ഉണ്ടത്ര എന്ത് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. എന്നാൽ ഈ ചർച്ച ചെയ്ത മഹാന്മാർ ആരെങ്കിലും പറഞ്ഞോ അള്ളയാണെന്ന് പറയണ്ടേ? ഇല്ല, അവരൊക്കെ അതിന് തന്നെ ഉറച്ചു നിൽക്കുകയാണേ. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും പഠിച്ചു തരാം, നിങ്ങളാണ് പറഞ്ഞത്, ഞങ്ങളാണ് പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നാണം കെട്ട വർഗം സമൂഹത്തിലും സമുദായത്തിനും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പിഴച്ച വർഗം ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇന്ന് ആർക്കാ സംശയമുള്ളത്? അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹ് എല്ലാം കേൾക്കുന്നു, മരിപ്പിക്കുന്നവൻ അവനാണ്, ജീവിപ്പിക്കുന്നവൻ അവനാണ്, ആഹാരത്തിൽ നിന്ന് അവനാണ്, ലോകം നിയന്ത്രിക്കുന്നത് അവനാണ്. പിന്നെ സർവത്ര ജീവജാലങ്ങളെയും പരിപാലിച്ച് അവർക്ക് വേണ്ടതെല്ലാം ആവശ്യത്തിനനുസരിച്ച് എല്ലാം കൊടുക്കുന്ന റബ്ബ് തന്നെയാണ്. ഹൃദയത്തിന്റെ കട്ടുനോട്ടം, കണ്ണിന്റെ കട്ടുനോട്ടം, ഹൃദയത്തിൽ മറച്ചു പിടിച്ചത്, രഹസ്യം പരസ്യം എല്ലാം അറിയുന്നവൻ അള്ളയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ട് അതിനെ തകിടം മറിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തമ്മിലടിക്കാം. എന്നിട്ട് നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ന് ഒരാൾ പറയാം, അങ്ങനെ ഇല്ല എന്ന് വേറൊരാൾ പറയാം. എന്നിട്ട് മൗലൂദ് കിതാബ് കൊണ്ട് തെളിവ്, മൗലൂദ് കിതാബ് കൊണ്ട് മർക്കസിൽ നിറക്കിയ മൗലൂദ് കിതാബ് കൊണ്ടുവന്ന് തെളിയിക്കാം, തെളിവ് പറയാം.
നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തൊരവസ്ഥയാണ് ഈ മുസ്ലിയാക്കന്മാര്. ഇവർ ഈ സമുദായത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പിഴപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവർ നടക്കുന്നത്. ഈ സമുദായത്തിന്റെ പണം കൊള്ളയടിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന അത്ര വാങ്ങി തീറ്റും കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു നിഷേധിക്കുന്ന ചർച്ചയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തമ്മിലടിക്കുന്നത്. എന്നിട്ട് അള്ളയാണ് എന്ന് പറയും. ഇവർക്ക് എന്തത്ര പ്രശ്നം? നിങ്ങൾക്ക് ഞാൻ പോരെയോ എന്ന് അള്ളാഹു ചോദിച്ചില്ലേ? പരിശുദ്ധ ഖുർആനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്, വളരെ സഹതാപത്തോട് കൂടിയിട്ട്. കാരണം ഈ നാണം കെട്ട ഈ ചർച്ച ഉണ്ടല്ലോ, പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചിട്ട് അപ്പൊ ഇവർ തമ്മിലടിച്ചേ മതി. ഇവരൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് തമ്മിലടിച്ച് തീരൂത്. അത് അവിടേക്ക് എത്തും, അവിടേക്ക് എത്തിയേ മതിയാവൂ. കാരണം റബ്ബിനോടുള്ള വെല്ലുവിളിയാണ്, പരിശുദ്ധമായ ദീനിനോടുള്ള വെല്ലുവിളിയാണ്. അള്ളാഹുവിന്റെ റസൂൽ 23 വർഷം കൊണ്ട് പരിശുദ്ധമായ മതം നമുക്ക് പൂർണ്ണമാക്കി തന്ന ദീനിനുള്ള വെല്ലുവിളിയാണ് ഇവർ. മക്കയിലെ മുശ്രിക്കിനോട് പോലും ചോദിച്ചാൽ അള്ളയാണെന്ന് പറയുന്നിടത്ത് ഈ മുസ്ലിയാക്കന്മാർ ഇതെല്ലാം ഓതി പഠിച്ച് ദർസി പോയിട്ടും കോളേജിൽ പോയിട്ടും ഓതി പഠിച്ചിട്ടും ഈ ഉസ്താദുമാർ അവിടെ വിളമ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആയുസിന് വരിക, തെളിവ് കൊണ്ടുവരിക. എന്നിട്ട് ഇവരാരും തന്നെ റബ്ബാണ് എന്ന് പറയാൻ ഇവർക്ക് മടിയാണ്, അള്ളാഹു ആണ് എന്ന് പറയാൻ ഇവർക്ക് മടിയാണ്. എന്നാൽ അവര് പാഠപുസ്തകമൊക്കെ മാറ്റട്ടെ, എന്നിട്ടൊക്കെ മാറ്റിയിട്ട് ഇതേ രൂപത്തിലൊക്കെ പിന്നെ ഈ CM അടൂരിന്റെ പേര് കയറ്റിയിട്ട് മദ്രസയെ പഠിപ്പിക്കട്ടെ. എന്നിട്ട് നമസ്കാരത്തിലൊക്കെ അള്ളാഹുവെ ഞാൻ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും റബ്ബിനോട് തേടുമ്പോൾ അവിടെയൊക്കെ CM പറയട്ടെ. എന്തൊരവസ്ഥയാണ് ഈ കൗമിന്റെ, എന്തൊരവസ്ഥയാണ് ഈ നമ്മളൊക്കെ കേട്ടിട്ടേ, നമ്മളൊക്കെ ഇത് കേട്ടിട്ട് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. കാരണം ഈ മുസ്ലിയാക്കന്മാരുടെ ഈ അവസ്ഥയും അവരുടെ ചർച്ചയും ഇതൊരു മസാല, അത് ഫിഖിയായ മസാലയെ പറ്റിയല്ലേ. ലോകം നിയന്ത്രിച്ച് പരിപാലിച്ച് ചങ്ങാതിക്ക് തിന്നാനും എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനൊക്കെ അടിവ് കൊടുത്ത റബ്ബിനെ നിഷേധിച്ചിട്ട് മരിച്ചവരോട് തേടാനും ആ മരിച്ചവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വരുത്താനുള്ള ചർച്ചയാണ്. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറെയൊക്കെ പുറത്തായിട്ടുണ്ട്, കുറെയൊക്കെ രഹസ്യമായിട്ട് ഉള്ളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊരിഞ്ഞ അടിയാണ് ഇവർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹിനെ വെല്ലുവിളിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. റബ്ബിനോട് വെല്ലുവിളിച്ച ഒരു സമുദായം ജയിച്ചിട്ടില്ല. പരിശുദ്ധ അള്ളാഹുവിനോട് വെല്ലുവിളിച്ച റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ചവറ്റിക്കുട്ടയിലേക്ക് എറിഞ്ഞ ഒരു സമൂഹവും ഒരു കാലഘട്ടത്തിലും വിജയിച്ചിട്ടില്ല കൂട്ടരെ. അത് അധപതിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ വക മുസ്ലിയാക്കന്മാരെ ഷെറിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.